ആയുർവേദം 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 ആശഭാരതം ആദിയിൽ അരുളിയോ. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിപ്പോൾ തള്ളി തുറന്നിട്ടുള്ള ഈ കഥക് ആയുർവേദ ലോകത്തേക്കുള്ള ഒരു എൻട്രിയാണ്. പന്തളം ഇടയാടി കുറുമ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ തുളസി തീർത്ഥം ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടറുമായും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുമായി നമുക്ക് പങ്കുവെക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. തുളസി തീർത്ഥത്തിലെ ആയുർവേദ ചികിത്സാ രീതികളെ സംബന്ധിച്ച് അതിൻ്റെ വിശേഷങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാനായിട്ട് എത്തിയിട്ടുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊമോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സ പ്രകാരം എല്ലാ ചികിത്സകളും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോ മസ്കുലർ തെറാപ്പി ഇതാണ്. ഒരു കാര്യം നമുക്ക് ഇവിടെ വിശദമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിലൊക്കെ വന്നതല്ലേ, അപ്പോൾ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് കാണാം. അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ളത് നമ്മൾ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഡോക്ടേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് ചികിത്സാ രീതികളായിട്ടും പറഞ്ഞു തരും. കൂട്ടത്തിൽ നമുക്ക് ഫെസിലിറ്റിയൊക്കെ ഒന്ന് കാണാം, സ്റ്റാഫുകളെയൊക്കെ കാണാം, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോകാൻ ചേട്ടാ. പോവാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ ആർ രാജൻ. ഞാൻ തുളസി തീർത്ഥം ആയുർവേദ ഹോസ്പിറ്റലിലെ RMOയാണ്. അപ്പോൾ നമ്മുടെ തുളസി തീർത്ഥം ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തു വരുന്നതെന്ന് വെച്ചാൽ മുട്ടുവേദന, കാൽമുട്ടിലുള്ള വേദന, പിന്നെ നമ്മുടെ ഷോൾഡർ പെയിൻ, പിന്നെ നടുവേദന പോലുള്ള അസുഖങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള പ്രത്യേകതരം ചികിത്സാ രീതിയുണ്ട്. അതായത് ന്യൂറോ മസ്കുലർ തെറാപ്പി. ഈ ന്യൂറോ മസ്കുലർ തെറാപ്പി വഴി നമ്മുടെ മസിൽസ്, കൺട്രാക്ട് ചെയ്തിരിക്കുന്ന മസിൽസിനെ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിച്ച് ഈ ന്യൂറോ മസ്കുലർ തെറാപ്പിയുടെ കൂടെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പഞ്ചകർമ്മ ചികിത്സകളോട് ചേർത്താണ് നമ്മളിത് ചികിത്സിക്കുന്നത്. അതിൽ കർക്കിടക ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3, 5, 7, 9, 11, 14, 21 വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള പാക്കേജുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ പഞ്ചകർമ്മ ചികിത്സകളോടൊപ്പം തന്നെ പ്രസവാനന്തര ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഡെലിവറി കഴിഞ്ഞ് അത് നോർമൽ ആണെങ്കിൽ 8 ദിവസത്തിന് ശേഷവും സിസേറിയൻ ആണെങ്കിൽ 14 ദിവസത്തിന് ശേഷവും നമ്മളവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ആ സ്ത്രീയെ മാക്സിമം കെയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ചികിത്സാ രീതിയാണ് ഡയബറ്റീസ് റിവേഴ്സ് പ്രോഗ്രാം. ഇന്ന് ഡയബറ്റീസ് ഇല്ലാത്ത ഏകദേശം ഒരു 80% ആൾക്കാരും ഡയബറ്റീസ് ആണ്. സോ അവർക്ക് ആവശ്യമായ നമ്മൾ റിവേഴ്സ് പ്രോഗ്രാം, ഡയബറ്റീസ് റിവേഴ്സ് പ്രോഗ്രാം നമ്മുടെ തുളസി തീർത്ഥത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഇൻറ്റേർണലി മെഡിസിൻസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഡയറ്റ്, എക്സസൈസ്, യോഗ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസ് റിവേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ തുളസി തീർത്ഥത്തിൽ വരുന്ന ഓരോ രോഗികളെയും അവരുടെ രോഗകാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ 100% നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഓരോ സ്റ്റാഫും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയസിംഗ്, തുളസി തീർത്ഥം ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ന്യൂറോ മസ്കുലർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. സാധാരണ രീതിയിൽ എല്ലാവർക്കും നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ട്, അത് ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് തേയ്മാനം കൊണ്ടോ, നട്ടെല്ല് തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് തെന്നി മാറിയത് കൊണ്ടോ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വിശ്വസിച്ച് പോരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. നമുക്ക് നടുവേദന ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മസ്കുലർ ഒറിജിനാണ്. അതായത് മസിൽസാണ് അല്ലെങ്കിൽ മാംസപേശികളാണ് ഈ രോഗകാരണമായിട്ട് വരുന്നത്. ഞാൻ കായ ചികിത്സയിലാണ്. നമുക്കിവിടെ തെറാപ്പി റൂംസ് ഉണ്ട്. ജെൻസിന് പ്രത്യേകം, ഫീമെയിൽസിന് പ്രത്യേകം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്.
പിന്നെ റൂംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ടുള്ള റൂംസൊക്കെയാണ്. ഞങ്ങൾ എ സിയും നോൺ എ സി ആയിട്ടുള്ള റൂംസുണ്ട്. പിന്നെ നമുക്കിവിടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ നല്ല ഒരു കുക്കുണ്ട്, നമുക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ക്യാൻറ്റീൻ അതിനോട് പ്രത്യേക നല്ലൊരു സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തൊക്കെ കഴിക്കാം. ഞങ്ങൾക്ക് ഫാർമസി ഉണ്ട്. ഞങ്ങളുടെ മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളുടെ മരുന്നുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ തെറാപ്പിയും സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ മിതമായിട്ടുള്ള പ്രൈസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുകയുള്ളൂ. ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചികിത്സ രോഗികൾക്ക് കിട്ടണം, അവർ ഇവിടുന്ന് പൂർണ്ണ സുഖം പ്രാപിച്ച് പോകണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മൾ യോഗ ആൻഡ് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇതിന് മുകളിലൊരു നല്ലൊരു ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തുളസീതീർത്ഥം ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പം പന്തളത്തുനിന്ന് കൊട്ടാരക്കര ട്രിവാൻഡ്രത്തോട് വരുവാണെങ്കിൽ ഇടയാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് നേരെ നമ്മൾ കോട്ടയത്തോട്ട് പോകുന്ന വഴിയാണെങ്കിൽ ഇടയാടി ആ സ്ഥലത്താണ്. അവിടുന്ന് മെയിൻ റോഡ് MC റോഡാണ്. അവിടുന്ന് ഒരു ഉള്ളിലോട്ട് കയറിയ ഒരു വഴിയുണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് കയറി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ കാണാവുന്നതാണ്. തലമുറകൾ കൈമാറി വന്ന ഒരു അമൂല്യ വൈദ്യ രീതിയാണ് ആയുർവേദം. രോഗത്തെ കണ്ടുപിടിക്കുകയും രോഗിയെ ചികിത്സിക്കുകയും രോഗം വരാതെ ശരീരത്തെ ക്രമപ്പെടുത്തുകയുമാണ് ആയുർവേദ ചികിത്സാ രീതി.